പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊന്ന് കാണണം കേട്ടോ. ഞാനിപ്പം പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലെ വെയിറ്റ് ഷെഡാണിത്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വെയിറ്റ് ഷെഡാണ്. നനഞ്ഞൊലിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുൻഭാഗം കാണും, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ ബസ് സ്റ്റാൻഡിന് അതായത് അകം മൊത്തവും നനഞ്ഞൊലിക്കുകയാണ്. 3 പഞ്ചായത്തുകൾ ചേർന്നൊരു പ്രദേശമാണ് റാന്നി. 3 പഞ്ചായത്തുണ്ട്. റാന്നി, അതായത് അങ്ങാടി പഞ്ചായത്തുണ്ട്, പഴവങ്ങാടി പഞ്ചായത്തുണ്ട്. 3 ഭരണസമിതിയും ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ അതപ്പതിച്ച് കിടക്കുന്നത്. ഏതാണ്ട് 10-40 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ വെയിറ്റ് ഷെഡിൽ. 100 കണക്കിന് യാത്രക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി. നമുക്കറിയാം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം 3 ജില്ലയിലേക്ക് ഇവിടെ നിന്ന് ആൾക്കാരാണ്. അതുകൂടാതെ തിരുവനന്തപുരം വണ്ടിയുണ്ട്, അതുപോലെ കൊല്ലം ഏരിയയിലുള്ള ആൾക്കാരെല്ലാം വിദ്യാർത്ഥികളുണ്ട്. 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും ഇരിക്കുന്നതിന് വെയിറ്റ് ഷെഡാണ്. വെയിറ്റ് ഷെഡിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളൊക്കെ മധ്യസ്ഥ നനഞ്ഞൊലിച്ച് മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നല്ല മഴയാണെങ്കിൽ മുകളിൽ നിന്ന് തന്നെ വെള്ളം താഴെ പിറ്റേറ്റ് വീണുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൽ ഇതിന് മുകളിലായിരുന്നു വെള്ളം. ഇതിന് പോലും ഒരു കുറച്ചതൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം, ഒരു മെയിൻ്റനൻസ് പണി നടത്തി. ആ മെയിൻ്റനൻസ് പണി നടത്തിയതിനൊരു ഭാഗമാണ് ഈ കാണുന്നത്. മെയിൻ്റനൻസ് പണി നടത്തി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേന് അത് തന്നെത്താനെ അങ്ങ് പൊളിഞ്ഞു പോകും. കാരണം അതിനൊക്കെ വൻ അഴിമതിയാണ്. ലക്ഷക്കണക്കിന് രൂപ അനുവദിക്കുമെങ്കിലും അതിൻ്റെ ഒരു 40% പൈസ പോലും ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നില്ലെന്നുള്ളതാണ്. ഇപ്പം നല്ല മഴ വരിക കേട്ടോ. യാത്രക്കാരെല്ലാം കയറി ഓടി വെയിറ്റ് ഷെഡിലൂടെ വരുന്നത്. വെയിറ്റ് ഷെഡിലാണെങ്കിൽ ഓരോ വശവും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിത് കണ്ടോ, ഇതാണ് അവസ്ഥ. വെള്ളം വീഴുന്ന കാണും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണും വെള്ളം എവിടെ നിന്നാണ് വീഴുന്നത്. കണ്ടോ, കോൺക്രീറ്റ് ബോളിലൂടെ വെള്ളം താഴേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക. കേട്ടോ, കുട്ടികളെ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്തൊരവസ്ഥയാണ്. കാറ്റടിച്ചാൽ ഒരു തരത്തിലും ഇവിടെ ഇരിക്കാൻ വരില്ല. യാത്രക്കാർ ഓടുക. നിങ്ങളുടെ അവസ്ഥ നിങ്ങളുണ്ടോ? കണ്ടോ, ഇപ്പം മഴ വന്നു, യാത്രക്കാർ ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം വെള്ളം 4 വശത്തൂടെ അടിക്കുകയാണ്. ഇതിനാരും പരിഹാരം കാണും. നമ്മളിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ തന്നെ ചോദിക്കും, ജനപ്രതിനിധികളുണ്ടോ എന്ന്. അവർക്കിതൊന്നും നേരമില്ല, അവർ കാണാനും നേരമില്ല. അതാണ്ട് 25 വർഷത്തോളം ഭരിച്ച ഒരു ജനപ്രതിനിധി ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ MLA വന്നിട്ടുണ്ട്. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ റാന്നിക്ക് വേണ്ടി ഇത് കണ്ടോ, മഴ അടിക്കുന്നത് കണ്ടോ. നമ്മളിത് മാത്രം നിൽക്കും, മഴ വെള്ളം ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരോട് പറയാനെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകളും കുട്ടികളെ കാണിക്കുന്നത് ഇവരുടെ നരകയാതന എന്ന് തീരാൻ പറ്റും. 3 പഞ്ചായത്തുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് ടാക്സിരത്തിൽ മാത്രമാണ്. ബസ് 4 വശം ബസ് വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ബസ്സിൽ കയറാൻ പറ്റത്തില്ല. കാരണം അതുപോലെ നല്ല മഴയായി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ഇത് ബന്ധപ്പെട്ടവർ കാണണം കേട്ടോ. ഇത് നമ്മൾ വോട്ടിന് വേണ്ടി വിധിക്കപ്പെട്ടവരാണെന്നാണ് ജനം ഇത് കണക്കൂട്ടുന്നത്. സത്യം പറഞ്ഞു. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവുത്തർ, പത്തനംതിട്ട, ചുങ്കപ്പാറ. അടുത്തൊരു നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കൂടെ സങ്കടം വന്നുപോയി. ഇവിടെ യാത്രക്കാരിക്കുന്നതാണ് 4 വശത്തോട്ടും ഇരിക്കാൻ സൗകര്യമില്ല. നായ്ക്കളും അതിൻ്റെ ഇടയ്ക്ക് ഓടുന്നുണ്ട് കേട്ടോ. അതുങ്ങൾക്കും മഴ നനയാതെ നിൽക്കേണ്ടത്, അത് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കും. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ ഒന്ന് കാണുന്നില്ല. റാന്നിയുടെ ആസ്ഥാനമാണ് റാന്നി. അത് പറഞ്ഞു, നിയോജകമണ്ഡലമല്ലേ, അപ്പോൾ റാന്നിയുടെ ആസ്ഥാനമാണ്. ഓക്കെ, താങ്ക് യു.